കോഴിക്കോട് കടലുണ്ടി പുഴ നികത്തി കെട്ടിട നിർമ്മാണം. മഴക്കാലത്ത് പ്രളയഭീഷണി നേരിടുന്ന പ്രദേശത്താണ് 5 മീറ്ററോളം പുഴയിലേക്ക് ഇറക്കി നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് വേണ്ടിയാണ് നിർമ്മാണ പ്രവർത്തനമെന്നാണ് DTPC അധികൃതരുടെ വിശദീകരണം. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടലുണ്ടിപ്പുഴ നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനം. കോട്ടക്കടവ് പാലത്തിന് സമീപമാണ് പുഴ നികത്തി നിർമ്മാണം തുടരുന്നത്. കനത്ത മഴയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയേറെയുള്ള പ്രദേശമാണിത്. കരയിൽ നിന്ന് 5 മീറ്റർ പുഴയിലേക്കിറങ്ങി 43 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യാനാണ് പുഴ നികത്തിയത്. പുഴയിൽ നിന്ന് 4 മീറ്റർ അകലെ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂവെന്ന നിയമം ലംഘിക്കുന്നത് DTPCയാണ്. സ്വകാര്യ വ്യക്തിക്ക് ഭൂമി കൈമാറാനാണ് നീക്കം. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് വേണ്ടി എന്തിനാണ് പുഴ നികത്തിയുള്ള നിർമ്മാണ പ്രവർത്തനമെന്ന് പ്രദേശവാസികൾ ചോദിക്കുന്നു. ഇതൊരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഹോട്ടലിന് ഫ്ലോട്ടിംഗ് ഹോട്ടലിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നമ്മൾ ഇതിനൊരു ബോർഡോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. സൈറ്റ് ആരുതാണ് എന്താണെന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ വളരെ ആശങ്കയിലാണ്. കടലുണ്ടിപ്പുഴ കടലിൽ സംഗമിക്കുന്ന കടവിനടുത്താണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. നിർമ്മാണം നിയമപരമെന്നാണ് കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും DTPC അധികൃതരുടെയും വിശദീകരണം. ടൂറിസം പദ്ധതിയുടെ മറവിലാണ് കടലുണ്ടിപ്പുഴ മണ്ണിട്ട് നികത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം. 2 പ്രളയത്തെ അഭിമുഖീകരിച്ച ജനങ്ങളാണ് ഇതിനു ചുറ്റും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ആവശ്യമാണോ എന്ന് പുനരാലോചിക്കാൻ സർക്കാർ തയ്യാറാവണം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഒരു ചെറിയ സംശയം. ഇത് സാധാരണഗതിയിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിലൊക്കെ കയ്യേറ്റം നടത്താറുണ്ട്. പക്ഷേ ഇത് സർക്കാരിന്റെ സംവിധാനമാണ്, DTPC ആണ്. DTPC അപ്പോൾ ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുന്നതിന് അനുമതി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടില്ല. അനുമതി എടുക്കാതെ സാധാരണഗതിയിൽ സർക്കാരിന്റെ നിർമ്മാണങ്ങൾ നടക്കാറില്ലല്ലോ. കിരൺ ബാബു, ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഈ പുഴയിൽ നിന്ന് 4 മീറ്ററെങ്കിലും വിട്ട ശേഷമായിരിക്കണം ഒരു നിർമ്മാണം, ഒരു മതിൽ പോലും നിർമ്മിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ നിയമം അങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത്. പക്ഷേ DTPC ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഈ നിയമ വ്യവസ്ഥകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ സാധാരണ നിലയിൽ സർക്കാരിന്റെ പദ്ധതികളോ DTPCയുടെയോ മറ്റേതെങ്കിലും പദ്ധതികളാണെങ്കിൽ അവിടെ കൃത്യമായി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ആ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ഇത് എന്താണ് എന്ന് പോലും അറിയില്ല. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ സാധാരണ നിലയിൽ വെള്ളത്തിൽ ഒഴുകി കിടക്കുന്ന രീതിയിലായിരിക്കും അത് സ്ഥാപിച്ചിട്ടുണ്ടാകുക. അതിന് ഈ രീതിയിലേക്ക് പുഴ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ DTPCക്കാരും കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. അതായത് ഇതിന് അനുമതിയുള്ളതാണ്, പഞ്ചായത്തും അത് തന്നെ പറയുന്നത്. ജനങ്ങളുടെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കാമെന്നാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ DTPC അധികൃതരും കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. ഇതൊരു വികസനമാണ്, ആ വികസനത്തെ നിങ്ങൾ തടയരുത് എന്നുള്ള രീതിയിൽ മാത്രം ആണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിന്റെ നിയമവശങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, പുഴയാണെങ്കിൽ പോലും എന്ത് പദ്ധതിക്കാണെങ്കിൽ പോലും പുഴ മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ ഒരു കാരണവശാലും ഇത് നിയമപരമല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഏകദേശം 5 മീറ്റർ കരയിൽ നിന്ന് പുഴയിലേക്ക് 5 മീറ്റർ വീതിയിലാണ് ഇത് മണ്ണിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 43 മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ഈ കോട്ടക്കടവ് പാലത്തിന് സമീപമാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് ഒരു കട്ടൗട്ട് പുഴയുടെ ഭാഗത്ത് സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുഴയുടെ സ്വാഭാവിക നീരൊഴുക്കിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു നാട് കൂടിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്റെ സംശയം, ഇങ്ങനെ ഒരു സർക്കാരിന്റെ ഒരു സംവിധാനം നിർമ്മിക്കുമ്പോൾ, ഈ DTPC നിർമ്മിക്കുമ്പോൾ അവർ സ്വാഭാവിക ടെൻഡർ വിളിച്ചിട്ട് ആ ടെൻഡറൊക്കെ കൊടുത്തിട്ടായിരിക്കും. ആ ടെൻഡറിലൊക്കെ എവിടെ ഏത് അളവിൽ പണിയണം, എത്ര മീറ്റർ ഇറക്കി പണിയണം, ഇതെല്ലാം കൃത്യമായ വ്യവസ്ഥ വെച്ചല്ലേ കഴിയൂ. അപ്പോൾ അത്തരം വ്യവസ്ഥകളൊന്നും എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണോ ഇവർ ചെയ്തത്? ഏതെങ്കിലും DTPCയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം ഇവർ നൽകാൻ തയ്യാറായിട്ടുണ്ടോ?
നമ്മൾ DTPC അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് വേണ്ടിയാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും സാധാരണ നിലയിൽ ഇങ്ങനെ നിർമ്മിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പുഴയിലേക്ക് എന്തുകൊണ്ട് ഈ 5 മീറ്ററോളം പുഴയിലേക്ക് എടുത്തിരിക്കുന്നു, പുഴ എന്തുകൊണ്ട് മണ്ണിട്ട് നികത്തിയിരിക്കുന്നു, കടലുണ്ടിപ്പുഴ എന്നുള്ള കാര്യത്തിൽ ഇവർ അത് പിന്നീട് ഒഴിവാക്കും. ഇപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ അവിടെ ജോലി ചെയ്യുന്ന ഒരു കന്യാകുമാരിയിലുള്ള ഒരു കൺസൾട്ടൻസി, ഒരു കൺസ്ട്രക്ഷൻ ടീമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ചാലെടുത്തിരിക്കുന്ന, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചാലെടുത്തിരിക്കുന്ന അവിടെ കോൺക്രീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് പുഴയോട് ചേർന്ന് പുഴ മണ്ണിട്ട് കൊണ്ട് നികത്തി ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ഇത് കോൺക്രീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 5 മീറ്ററോളം പുഴ പൂർണ്ണമായും മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഒരിതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും DTPC തന്നെയാണ് ഇതിൽ പ്രതിക്കൂട്ടിലാവുന്നത്. പുഴ ഒരു കാരണവശാലും പുഴയുടെ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് വികസനത്തിനായാലും സർക്കാരായാലും സ്വകാര്യ വ്യക്തികളായാലും അനുവദനീയമല്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ശരി, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ നിയമ ലംഘനം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കടലുണ്ടിപ്പുഴ 5 മീറ്ററോളം നികത്തിക്കൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മിക്കാനുള്ള ശ്രമമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.